പ്രിയമുള്ളവരെ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും ഇന്നലെയുമായി പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ തന്നെയും അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചേക്കും എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം കണ്ണൂർ നിയമസഭാ മണ്ഡലമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിയും. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ ലീഡാണ് കോൺഗ്രസിന് നേടുവാൻ കഴിഞ്ഞത്. കണ്ണൂരിൽ ഒരു പക്ഷേ റിജിൽ ചന്ദ്രൻ മാങ്കുറ്റിയെ പോലെയുള്ള യുവ നേതാക്കന്മാരെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. അദ്ദേഹം ആദിക്കടലായി എന്ന് പറയുന്ന LDF കോട്ട തിരിച്ചു പിടിച്ചുകൊണ്ട് അതിന്റെ ആദ്യ സൂചനകൾ നൽകിക്കഴിഞ്ഞു. റിജിൽ ചന്ദ്രൻ മാൻകുറ്റിക്ക് തന്നെയാണ് കണ്ണൂരിൽ സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹം ന്യൂനപക്ഷ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ളതാണ്. അദ്ദേഹത്തിന്റെ സംഘപരിവാര വിരുദ്ധ നിലപാടുകൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ലീഗിനും അഭികാമ്യനായ ഒരു സ്ഥാനാർത്ഥിയാണ് റിജിൽ ചന്ദ്രൻ മാൻകുറ്റി. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മത്സരിക്കും എന്നു തന്നെയാണ് നമുക്ക് ഈ വാർത്തകളൊക്കെ വിശകലനം ചെയ്യുമ്പോഴും കോൺഗ്രസ് വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന ഒരു വിവരം. സുധാകരനെ മിക്കവാറും പരീക്ഷിക്കുക തളിപ്പറമ്പിലായിരിക്കും. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏതു നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിച്ചാലും ഈവൻ മട്ടന്നൂരായാലും അദ്ദേഹത്തിന് വിജയസാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വിലയിരുത്തപ്പെടുന്നത് എന്നത് വാസ്തവമാണ്. തളിപ്പറമ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 22,689 വോട്ടുകൾക്ക് MV ഗോവിന്ദൻ മാസ്റ്റർ, MV അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന KSU നേതാവിനെ പരാജയപ്പെടുത്തിയ മണ്ഡലമാണെങ്കിൽ പോലും ലോക്സഭയിൽ കെ സുധാകരന് അവിടെ നിന്ന് ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് എടുത്ത് നോക്കിയാലും അവിടെ UDF ലീഡുണ്ട്. 2116 വോട്ടുകൾക്ക് അവിടെ UDF ലീഡ് ചെയ്യുന്നു എന്നത് വസ്തുതയാണ്. അതായത് കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ MV ഗോവിന്ദൻ മാസ്റ്റർ അടുത്ത ഇലക്ഷനിൽ അവിടെ മത്സരിച്ചാൽ പോലും കോൺഗ്രസിന് അവിടെ പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. പ്രത്യേകിച്ചും കെ സുധാകരൻ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രത്തിൽ അഥവാ വെറും ഒരു MP ആയി ഒതുങ്ങി നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമല്ല. അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. അടുത്ത തവണ UDF അധികാരത്തിൽ വരുന്ന പക്ഷം അദ്ദേഹത്തിന് വളരെ പ്രാധാനപ്പെട്ട ഒരു ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുന്നു. അദ്ദേഹം കണ്ണൂരാണ് ആവശ്യപ്പെടുന്നത് എന്ന് കേൾക്കുന്നു. പക്ഷേ കണ്ണൂർ ഒരു വിജയസാധ്യത കോൺഗ്രസിന് കൂടുതലായതുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് പിടിക്കുവാൻ കഴിയുന്ന ഒരു സീറ്റ് എന്ന രീതിയിൽ തളിപ്പറമ്പിൽ അദ്ദേഹത്തെ പരിഗണിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് കുറച്ചു സീറ്റുകൾ കൂടി കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലേക്ക് വരും എന്ന ഒരു നിഗമനമുണ്ട്. പ്രത്യേകിച്ചും അഴീക്കോട് അവിടെ ലീഗിൻ്റെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി ഒരുപക്ഷെ ഷാജി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ ആ സീറ്റ് ലീഗിന് കിട്ടും, അത് UDF അക്കൗണ്ടിലേക്ക് വന്നു ചേരും എന്ന ഒരു നിഗമനമൊക്കെ നടക്കുന്നുണ്ട്. അതായത് കെ സുധാകരൻ കണ്ണൂരിലേക്ക് മത്സരിക്കുന്ന പക്ഷം മട്ടന്നൂരും ധർമ്മടവും തലശ്ശേരിയും ഒഴിച്ച് ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഒരുപക്ഷെ കോൺഗ്രസിന് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞേക്കും എന്ന വലിയ നിഗമനം തന്നെയാണ് നടക്കുന്നത്. എന്തായാലും കെ സുധാകരനെ ഇത്തവണ നിയമസഭയിലേക്ക് പരീക്ഷിക്കും എന്നു തന്നെയാണ് വസ്തുതകളൊക്കെ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് മത്സരിക്കുവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഒരുപക്ഷെ അദ്ദേഹം ധർമ്മടത്ത് നിന്ന് മത്സരിച്ചാലോ നമുക്ക് അത്ഭുതപ്പെടുവാൻ സാധ്യത മല്ല. കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പോലും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ പിണറായി വിജയനെ നേരിടുവാൻ അദ്ദേഹത്തെ നിയോഗിച്ചാൽ പോലും അദ്ദേഹം അത് ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇനി വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു നിയമസഭാ മണ്ഡലം ഉണ്ട്, കൂത്തുപറമ്പാണ്. അത് കണ്ണൂർ ജില്ലയിൽ വരുന്നത്. അവിടെയും കോൺഗ്രസിന് വിജയസാധ്യതകൾ ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും വടകര MP ഇപ്പോൾ ഷാഫി പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇഫക്റ്റ് കൂടി അവിടെ വർക്ക് ചെയ്താൽ വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കോൺഗ്രസ് ഇടുന്ന പക്ഷം അവിടെ വിജയിക്കുവാനുള്ള സാധ്യതകളും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടക്കണ്ടി അബ്ദുള്ള 9,000 പരം വോട്ടുകൾക്കാണ് അവിടെ RJDയുടെ KP മോഹനനോട് പരാജയപ്പെട്ടത്. ആ സീറ്റ് ഒരുപക്ഷെ UDF അവിടെ 2 ഇഫക്റ്റുകൾ ചേർന്നാൽ ഷാഫി പറമ്പിലും അതുപോലെ കോൺഗ്രസിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയും ഒത്തുചേർന്നാൽ ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിയും എന്ന ഒരു നിഗമനം തന്നെയാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടൽ അങ്ങനെയാണെങ്കിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന സീറ്റുകളും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന സീറ്റുകളും കെ സുധാകരൻ ഷാഫി ഈ പറമ്പിൽ ഇഫക്റ്റിൻ്റെ പേരിൽ പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞാൽ തലശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ ഒഴിച്ചുള്ള ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും
കോൺഗ്രസിൻ്റെ ലിസ്റ്റിൽ വരും എന്നു തന്നെയാണ്. ഇതേ പരീക്ഷണം നാദാപുരത്ത് നടക്കുവാൻ സാധ്യതയുണ്ട്. നാദാപുരത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരീക്ഷിക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പ്രവീൺ കുമാർ, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ്, അദ്ദേഹം 4035 വോട്ടുകൾക്ക് മാത്രം വിജയനോട് പരാജയപ്പെട്ട നാദാപുരം മണ്ഡലം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ പരീക്ഷണങ്ങൾ കൊണ്ട് ചിലപ്പോൾ യാഥാർത്ഥ്യമാക്കാം. മണലൂരിൽ VM സുധീരനെ പരീക്ഷിക്കും എന്ന് കേൾക്കുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് MA വാഹിദ്, അങ്ങനെ പഴയ കോൺഗ്രസിൻ്റെ മുഖങ്ങളൊക്കെ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കപ്പെടുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ജയ് ഹിന്ദ്.